Hello everyone. Programming errors in C programming ലാംഗ്വേജിലെ ലാസ്റ്റ് ടൈപ്പ് ഓഫ് എററാണ് സെമാൻറ്റിക് എറർ എന്ന് പറയുന്നത്. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് സെമാൻറ്റിക് എറർ എന്ന് നമുക്ക് നോക്കാം. സെമാൻറ്റിക് എറേഴ്സ് ആർ ദ എറേഴ്സ് ദാറ്റ് ഒക്കേർഡ് വെൻ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ നോട്ട് അണ്ടർസ്റ്റാൻഡബിൾ ബൈ ദ കമ്പൈലർ. കമ്പൈലേഷൻ ടൈമിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സും ലൈൻ ബൈ ലൈൻ ആയിട്ട് ഇങ്ങനെ കമ്പൈൽ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു പക്ഷേ കമ്പൈലർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയാതെ വരും. അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സിലാണ് ഈ സെമാൻറ്റിക് എറേഴ്സ് വരുന്നത്. അതായത് അത്തരം എറേഴ്സിനെയാണ് നമ്മൾ ഈ സെമാൻറ്റിക് എറർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സിൻറ്റാക്സ് എററൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അത് നമ്മൾ സിൻറ്റാക്റ്റിക്കലി വരുന്ന മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ ബൈ മിസ്റ്റേക്കിൽ സിൻറ്റാക്സ് തെറ്റിപ്പോകുന്ന അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് ഈ സിൻറ്റാക്സ് എറർ വരുന്നത്. ഇവിടെ സെമാൻറ്റിക് എറർ വരുന്നത് അങ്ങനെ മറ്റു ചില കണ്ടീഷൻസ് അല്ലെങ്കിൽ മറ്റു ചില സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ കേസസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് വരുന്നത് യൂസ് ഓഫ് അൺഇനീഷ്യലൈസ്ഡ് വേരിയബിൾ ആണ്. അതായത് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ സിൻറ്റാക്സ് എറർ വരും എന്നൊക്കെ നമ്മൾ സിൻറ്റാക്സ് എറർ പഠിച്ചപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. ഇവിടെ കേസ് വരുന്നത് വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യാത്ത കേസുകളാണ്. അതായത് ഇവിടെ കാണാം ഇൻറ്റ് ഐ പറഞ്ഞുകൊണ്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഐ എന്ന് പറയുന്ന വേരിയബിൾ ഒരു ഇൻറ്റീജർ ടൈപ്പാണ്. പിന്നെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഐ ഈക്വൽ ടു i+2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഐക്കൊരു ബേസിക്കായിട്ടൊരു വാല്യൂ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഐ ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഐ ഈക്വൽ ടു 1 അല്ലെങ്കിൽ ഏത് വാല്യൂ ആവട്ടെ, ഏതെങ്കിലും ഒരു വാല്യൂ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്താലേ അതിന് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഗാർബേജ് വാല്യൂ ഒക്കെ വന്നിട്ട് അതൊരു ബൈ മിസ്റ്റേക്ക് ആയിട്ട് മാറും. അതാണ് ഇവിടെ വന്ന വലിയൊരു ഫോൾട്ട് എന്ന് പറയുന്നത്. അതൊരു സെമാൻറ്റിക് എററായിട്ട് സിസ്റ്റം നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഫസ്റ്റ് കേസ് എന്താണ്, ഐ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, എക്സ്പ്രഷനും കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇനീഷ്യലൈസേഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഫസ്റ്റ് കേസ് കേട്ടോ. പിന്നെ വരുന്ന കേസാണ് ടൈപ്പ് കോമ്പാറ്റിബിലിറ്റി. എന്താണ് ടൈപ്പ് കോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഓരോ വേരിയബിളും പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മളത് ഡിക്ലെയർ ചെയ്യും. ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്താണ് അത് ടൈപ്പ് എന്ന് പറയും. അതായത് ഇൻറ്റീജർ ആണോ, സ്ട്രിങ് ആണോ, ക്യാർ ആണോ, ഫ്ലോട്ട് ആണോ, എന്ത് ടൈപ്പാണെന്ന് പറയും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബി എന്ന വേരിയബിൾ ഒരു ഇൻറ്റീജർ ടൈപ്പാണ്. കണ്ടോ, ഇവിടെ ഇൻറ്റ് ബി എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിനെ അസൈൻ ചെയ്തിട്ടുള്ള വാല്യൂ എന്താണ്, ജാവാട്ടി പോയിൻ്റ്. ഈ ജാവാട്ടി പോയിൻ്റ് എന്താണ്, അതൊരു സ്ട്രിങ് ആണ്. അതാണ് ഇവിടെ വരുന്ന ഒരു സെമാൻറ്റിക് എറർ. അതായത് ഇൻറ്റീജർ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ കൊണ്ടുവന്നിട്ട് അതിനകത്തേക്ക് സ്ട്രിങ് അസൈൻ ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കമ്പൈൽ അതൊരു സെമാൻറ്റിക് എററായിട്ട് കാണിക്കും. പിന്നെ വരുന്ന എറർ പറഞ്ഞാൽ എക്സ്പ്രഷൻസ് എറേഴ്സാണ്. അതായത് നമ്മളിപ്പോൾ എക്സ്പ്രഷൻസ് എങ്ങനെ കൊടുക്കുക, സി ഈക്വൽ ടു എ മൈനസ് ബി, എ ഈക്വൽ ടു ബി പ്ലസ് സി, അങ്ങനെയൊക്കെയാണ് സാധാരണ കൊടുക്കുക. എന്നാൽ ബൈ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു ഡെവലപ്പറുടെ മിസ്റ്റേക്ക് കൊണ്ടോ എന്തുകൊണ്ടോ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇവിടെ നമ്മൾ ആദ്യം ഡിക്ലെയർ ചെയ്തു ഇൻറ്റി എ ബി സി എന്നൊക്കെ പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു, പിന്നെ ഇനീഷ്യലൈസ് ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും a+b ഈക്വൽ ടു സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സെമാൻറ്റിക് എററാണ്. കാരണം നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേഷൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ എന്ത് കൊടുക്കുക, വേരിയബിൾ കൊടുത്തിട്ട് ആ എന്താ പറയുക ഓപ്പറൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതായത് ഇപ്പോൾ a+b എന്ന് പറഞ്ഞ് ഓപ്പറൻസ് ചെയ്യുന്ന അവരെ നമ്മൾ റൈറ്റ് സൈഡിലാണ് കൊടുക്കുക. അതാണ് ശരിക്കുള്ള റൂള് എക്സ്പ്രഷൻ്റെ. അതായത് സി ഈക്വൽ ടു a+b എന്നാണ് നോർമലി നമ്മൾ കൊടുക്കുക. പക്ഷേ ഇവിടെ ബൈ മിസ്റ്റേക്കിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, a+b ഈക്വൽ ടു സി കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ വരുന്ന സെമാൻറ്റിക് എറർ. പിന്നെ വരുന്നൊരു കേസ് എന്ന് പറഞ്ഞാൽ അരേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്. അതായത് നമ്മൾ അരേ വാല്യൂസ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇൻറ്റി a(10) എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 10 വാല്യൂസ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നമ്മളെ മെമ്മറിയിൽ കണ്ടെത്തി കഴിഞ്ഞു. പക്ഷേ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ a(10) ഈക്വൽ ടു 34 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഫോൾട്ടാണ്. കാരണം ഇൻറ്റി a ഈക്വൽ ടു 34 എന്ന് പറഞ്ഞ് കൊടുക്കുന്ന പോലെയല്ല, നമ്മളൊരു അരേ തന്നെ സെറ്റ് ചെയ്തിട്ട് ഒറ്റ വാല്യൂ കൊടുക്കുന്നത് ഔട്ട് ഓഫ് ബൗണ്ടാണ്. അതുകൊണ്ട് അതും ഒരു സെമാൻറ്റിക് എററായിട്ട് വരും. കാരണം അരയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, പകരം ഇവിടെ കൊടുത്തുള്ളത് ഒരു വേരിയബിളിൻ്റെ വാല്യൂ ആയതുകൊണ്ട് അതൊരു സെമാൻറ്റിക് എററായിട്ട് വരും. അപ്പോൾ ഇത്രയും ടൈപ്സാണ് കോമൺലി വരുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ്. ഫസ്റ്റ് നമ്മൾ എന്താണ് വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യാത്ത കേസുകൾ വരുമ്പോൾ വരും. പിന്നെ ടൈപ്പ് കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂ വരും. അതായത് ഇൻറ്റീജർ വാല്യൂ നമ്മൾ കൊടുത്തിട്ട് അവിടെ നമ്മൾ അസൈൻ ചെയ്യുന്നത് സ്ട്രിങ് ആണെങ്കിൽ അതൊരു സെമാൻറ്റിക് എററാണ്. പിന്നെ എക്സ്പ്രഷൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ സെമാൻറ്റിക് എറർ വരും. അതായത് a+b ഈക്വൽ ടു സി എന്ന് പറയുന്നത് ഒരു സെമാൻറ്റിക് എററാണ്. പിന്നെ വരുന്നത് അരേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബോണ്ടാണ്. അതായത് നമ്മൾ അരേ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് അതിനകത്തേക്ക് ജസ്റ്റ് ഒരു ഇൻറ്റീജർ വാല്യൂ കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും ലോജിക്കലി കറക്റ്റും അല്ല, അത് ഫോൾട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും, അതൊരു സെമാൻറ്റിക് എററായിട്ട് സിസ്റ്റം നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അത്തരം കേസുകളൊക്കെ അവർ ഷോ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി.
ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആഷ് ഇൻക്ലൂഡ് stdio.h ഇൻറ്റ് മെയിൻ ഇൻറ്റ് ABC A = 2 B = 3 C = 1. അപ്പോൾ ഡിക്ലെയർ ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്തൊക്കെ ചെയ്തു. പിന്നെ സെമാൻറ്റിക് എറർ വരുന്നപ്പോഴാണ് A + B = C. അതൊരു സെമാൻറ്റിക് എററാണ്. C = A + B എന്ന് പറയുമ്പോൾ ഇഷ്യൂ ഇല്ല, പകരം A + B = C എന്ന് പറയുന്നത് വലിയൊരു ഫോൾട്ടാണ്. റിട്ടേൺ 0 ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സെമാൻറ്റിക് എറർ കാണിക്കും, അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. അതാണ് ഇങ്ങനെയാണ് കമ്പൈൽ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വരിക. എറർ വാല്യൂ റിക്വയർഡ് ആസ് ലെഫ്റ്റ് ഓപ്പറൻഡ് ഓഫ് അസൈൻമെൻറ്റ് A + B = C. In the above code, we use the statement A + B = C, which is incorrect as we cannot use the two operands on the left side. അതായത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് രണ്ട് ഓപ്പറൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യുക? C = A + B പോസിബിൾ ആണ്, B = A + C പോസിബിൾ ആണ്, A = B + C പോസിബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് സെമാൻറ്റിക് എറേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. കമ്പൈലർക്ക് ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ സെമാൻറ്റിക് എറർ വരും. അപ്പോൾ ഏതൊക്കെ കേസുകളിലാണ് വരാമെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ കേസുകളായിരുന്നു? ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യാത്ത കേസ്. പിന്നെ ടൈപ്പ് കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂ, അതായത് ഇൻ്റ് ആണെങ്കിൽ അവിടെ ഇൻ്റ് തന്നെ അസൈൻ ചെയ്ത് കൊടുക്കണം, അവിടെ സ്ട്രിങ്ങും ക്യാറൊന്നും കൊടുക്കാൻ പറ്റില്ല. പിന്നെ വന്നൊരു ഇഷ്യൂ എന്തായിരുന്നു? എക്സ്പ്രഷൻ്റെ കേസ് A + B = C എന്ന് പറയുന്നത് ഒരു സെമാൻറ്റിക് എററാണ്. പിന്നെ വന്നത് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബോണ്ടാണ്. അതായത് A(10) എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അരേക്കുള്ള വാല്യൂസ് കൊടുക്കണം. ജസ്റ്റ് ഇൻറ്റ് B = 34 എന്ന് പറഞ്ഞ പോലെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ റൂള് ഫോളോ ചെയ്തിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പം നമ്മൾ പ്രോഗ്രാമിംഗ് എറേഴ്സ് ഇൻ സിയിൽ നമ്മൾ 5 ടൈപ്പും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ സിൻറ്റാക്സ് എറർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തായിരുന്നു സിൻറ്റാക്സ് എറർ? നമ്മൾക്ക് നമ്മുടെ C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഒരു പെർട്ടിക്കുലർ സിൻറ്റാക്സ് ഉണ്ട്. അത് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ കോഡിങ് ചെയ്യണം. അല്ലെങ്കിൽ കമ്പൈൽ ചെയ്യുമ്പോൾ സിൻറ്റാക്സ് എറർ കാണിക്കും. സിൻറ്റാറ്റിക്കലി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കാണിക്കും. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സിൻറ്റാക്സ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് കാണിക്കും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് റൺ ടൈം എറർ ആയിരുന്നു. റൺ ടൈം എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പൈൽ ചെയ്ത് കഴിയുമ്പോഴൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ റൺ ചെയ്ത് കഴിയുമ്പോൾ മാത്രം കാണുന്ന കുറച്ച് എറേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിവിഷൻ ബൈ 0, അതേപോലെ തന്നെ നെഗറ്റീവ് നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക എന്നുള്ള കേസുകളൊക്കെ എന്താണ് ഒരിക്കലും കമ്പൈൽ ചെയ്യുമ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കേസുകളായിരുന്നില്ല. അതൊക്കെ റൺ ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അതൊക്കെയായിരുന്നു. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ലിങ്കർ എറർ ആയിരുന്നു. ലിങ്കർ എറർ എന്തായിരുന്നു? നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിംഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുമ്പോൾ അതൊരു എററായിട്ട് വരും. അതായത് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു പാരാമീറ്ററും ടൈപ്പൊക്കെ കൊടുത്തിട്ട് പിന്നെ ഇൻവോക്ക് ചെയ്യുമ്പോൾ വേറെ രീതിയിലൊന്നും കൊടുക്കാൻ പറ്റില്ല. ഒക്കെ കറക്റ്റ് പ്രോട്ടോടൈപ്പിംഗ് ഫോളോ ചെയ്യാം. പിന്നെ വന്നത് അതേപോലെ തന്നെ അത് ലിങ്ക് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് ഫയൽസ് ലിങ്ക് ചെയ്യുമ്പോൾ വരുന്ന ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലിങ്കർ എററിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ലോജിക്കൽ എറർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ലോജിക്കൽ എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിഗിനേഴ്സിനാണ് പൊതുവെ ഇഷ്യൂസ് വരിക. അവർ ലോജിക്കലി അത് പെർഫോം ചെയ്യുമ്പോൾ വരുന്ന പല ഇഷ്യൂസുമാണ്. അത് നമ്മൾ എക്സാമ്പിളൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ട് ലോജിക്കൽ എററിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫൈനൽ എറർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെമാൻറ്റിക് എറർ ആയിരുന്നു. നമ്മുടെ കമ്പൈലർക്ക് എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ ഒരു എററായിട്ട് വരും. അതായത് കമ്പൈലർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. അതിന് ഇന്ന റൂൾസിൽ ചെയ്യണം, ഇന്ന രീതിയിൽ ചെയ്യണം എന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു സെമാൻറ്റിക് എററാണ്. നമ്മൾ എന്ത് ചെയ്യണം? അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോയോട് കൂടി നമ്മളുടെ പ്രോഗ്രാമിംഗ് എറേഴ്സ് ഇൻ C പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.